നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും സമാധാനത്തിന്റെ വക്കിലാണോ അതോ ഇത് കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദത മാത്രം? ലോക രാഷ്ട്രീയത്തെ നടുക്കിയ അമേരിക്ക ഇറാൻ സംഘർഷത്തിന് പിന്നാലെ ഇപ്പോൾ പുറത്തുവരുന്ന സമാധാന ചർച്ചകൾ ലോകം അതീവ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഉപരോധങ്ങളിൽ ഇളവ് നൽകുക, ആണവ പദ്ധതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, ഇസ്രയേൽ ലെബനൻ സംഘർഷം അവസാനിപ്പിക്കുക, ഇങ്ങനെ പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാവുന്ന വമ്പൻ കരാറിലേക്കാണ് അമേരിക്കയും ഇറാനും നീങ്ങുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ സമാധാന ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിപ്പിക്കുമോ അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ മറ്റൊരു വലിയ ചോദ്യം. US-ഉം ഇറാനും തമ്മിൽ ഉടൻ സാധ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമാധാന കരാർ വൈകിയേക്കുമെന്നും ഇതിനിടയിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഇരുപക്ഷവും കടുംപിടുത്തം തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ധൃതി കാണിക്കേണ്ടെന്ന് താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ശുഭവാർത്തയെന്ന് ഇന്ത്യയിൽ സന്ദർശനം നടത്തിവരുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം പുറത്തു വന്നത്. ചർച്ചകൾ ചിട്ടയായതും ക്രിയാത്മകവുമായ രീതിയിൽ പുരോഗമിക്കുന്നു. സമയം നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട് ധൃതിപ്പെട്ട ഒരു കരാറിലേക്ക് പ്രവേശിക്കരുതെന്ന് ഞാൻ എന്റെ പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട്. ഒരു കരാറിലെത്തുകയും ഒപ്പുവെക്കുകയും ചെയ്യുന്നത് വരെ ഉപരോധം പൂർണ്ണ ശക്തിയോടെ നിലനിൽക്കുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇറാനുമായി മുൻപുണ്ടാക്കിയ ഒബാമ ഭരണകൂടത്തിന്റെ കരാറിന് നേർ വിപരീതമായിരിക്കും തന്റെ കരാറെന്നും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ ആണവായുധം വികസിപ്പിക്കാനുള്ള അവസരം നൽകുകയാണ് ഒബാമ ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സൗദി അറേബ്യയ്ക്കും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും നന്ദി അറിയിച്ച ട്രംപ് ഇറാനുമായി ധാരണയുണ്ടാക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ മരവിപ്പിച്ച ഇറാനിയൻ സ്വത്തുക്കൾ വിട്ടുകിട്ടുന്നതുൾപ്പെടെയുള്ള ചില വ്യവസ്ഥകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങൾ തുടരുന്നതായി അധികൃതരെ ഉദ്ധരിച്ച് ഇറാനിയൻ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു. ഈ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ജനങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഊന്നി പറഞ്ഞിട്ടുണ്ടെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ അറിയിച്ചു. ചർച്ചകളിൽ മധ്യസ്ഥരായ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറും ഖത്തർ നയതന്ത്ര പ്രതിനിധികളും കഴിഞ്ഞ ദിവസം ഇറാനിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് ദിവസങ്ങളായ അനിശ്ചിതത്വത്തിൽ തുടർന്നിരുന്ന ഇറാൻ US ചർച്ച വഴിത്തിരിവിലേക്ക് എത്തിയത്. ധാരണയ്ക്കടുത്തെത്തിയെന്ന് ഇരു രാജ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വന്നില്ല എങ്കിലും പുറത്തുവരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഹോർമൂസ് കടലിടുക്ക് ഘട്ടം ഘട്ടമായി വീണ്ടും തുറക്കും. ഇറാനിയൻ തുറമുഖങ്ങളുടെ മേലുള്ള അമേരിക്കൻ ഉപരോധം അവസാനിപ്പിക്കും. അതിനുശേഷം ഇറാന്റെ ആണവ പദ്ധതി പോലുള്ള മറ്റ് തർക്ക വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു കൗണ്ട് ഡൗൺ ആരംഭിക്കും. അന്തിമ കരാറിലെത്തുന്നതിന് 60 ദിവസത്തെ സമയമാകും ഉണ്ടാവുക. അന്തിമ കരാറിൽ ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ല എന്ന് ഉറപ്പാക്കും. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാകും. സമ്പുഷ്ടീകരിച്ച യുറേനിയം ആർക്കും കൈമാറും, എങ്ങനെ ഉപേക്ഷിക്കുമെന്നത് 60 ദിവസത്തെ ചർച്ചകളിൽ തീരുമാനിക്കും. തടഞ്ഞുവെച്ച ഇറാന്റെ ആസ്തികൾ വിട്ടുകിട്ടുക എന്നത് ആദ്യഘട്ടത്തിലെ നിബന്ധനയായി തന്നെ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ മുന്നോട്ട് വെച്ച 14 ഇന നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാക്കും ചർച്ചയെന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും യുദ്ധം അവസാനിച്ചാൽ മാത്രമേ ട്രംപിന്റെയും ഇസ്രയേലിന്റെയും നിലപാടുകൾ അനുസരിച്ച് യുദ്ധം അവസാനിച്ചു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിച്ചു എന്ന വാർത്തയിലേക്ക് എത്രയും പെട്ടെന്ന് ലോകം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്.